ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അപ്ഡേറ്റാണ് നമ്മുടെ ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെൻറ്റിനെ പറ്റി ഉള്ള ഒരു അപ്ഡേറ്റ്. നമ്മുടെ ഈ ഒരു ലേബർ ഗവൺമെൻറ് എന്ന് റീസ്റ്റാർട്ട് ചെയ്യും എന്നതിനെ പറ്റി നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു അപ്ഡേറ്റിനെ പറ്റി. അപ്പം കഴിഞ്ഞ കുറേ നാളുകളായി, ഏകദേശം 6-7 മാസങ്ങളായിട്ട് റിക്രൂട്ട്മെൻറ്റുകൾ നടക്കുന്നില്ല എന്ന് തന്നെ നമുക്ക് ലക്ഷക്കണക്കിന് പൈസ മുടക്കി നമ്മുടെ OET CBT ഒക്കെ പഠിച്ച് നമ്മുടെ സഹോദരന്മാർ UK വരാൻ വേണ്ടി അവർക്കൊരു ഇൻ്റർവ്യൂ കിട്ടുന്നില്ല, അല്ലെങ്കിൽ റിക്രൂട്ട്മെൻറ്റുകൾ നടക്കുന്നില്ല. അപ്പോൾ പലരും ഡെസ്പാണ്, പലരും ഡിപ്രഷനിലാണ്. അപ്പോൾ ഈ ഒരു അവർ OET എഴുതി, OET എക്സാംസ് എഴുതി, CBT എഴുതി, അതിൻ്റെയൊക്കെ വാലിഡിറ്റി എക്സ്പയർ ആകാൻ പോകുന്നു. അപ്പോൾ പലരും ധർമ്മസങ്കടത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ റിക്രൂട്ട്മെൻറ്റിനെ റിലേറ്റഡ് ആയിട്ടുള്ള, അതിനെ സ്വാധീനിക്കുന്ന ഏതൊരു പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള അപ്ഡേറ്റുകളും നമ്മുടെ ചാനൽ വഴി നിങ്ങളിലേക്ക് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പം ഇതുവരെയും ശരിക്കും നമ്മുടെ ലേബർ ഗവൺമെൻറ് ഭരണത്തിൽ വന്നിട്ട്, അധികാരത്തിൽ വന്നിട്ട് അവർക്ക് നമ്മുടെ റിക്രൂട്ട്മെൻറ്റുകളിനെ പറ്റി ഒരു വ്യക്തമായിട്ടുള്ളൊരു അപ്ഡേറ്റുകളൊന്നും ഇതുവരെയും വന്നു തുടങ്ങിയിട്ടില്ല. അപ്പം അവരിപ്പം എന്തൊക്കെയാണ് അവരുടെ പ്ലാനുകൾ എന്നൊക്കെ കഴിഞ്ഞ കുറേ വീഡിയോകളിലായിട്ട് ഞാനിങ്ങനെ ചെയ്തിരുന്നു. അപ്പോൾ ഇപ്പോൾ അവർ ശരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്ന 2 കാര്യങ്ങളാണ്. നമ്മുടെ NHSൻ്റെ സ്റ്റേറ്റ് ഓഫ് റിവ്യൂ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ചെയ്തിരുന്നു. നിങ്ങൾ കാണാത്തവർ കയറി നോക്കുക, അപ്പം കൂടുതൽ കാര്യങ്ങൾ അതിനെക്കുറിച്ച് മനസ്സിലാകും. അപ്പോൾ ഇന്നലെയും കൂടി സെപ്പിങ്ങിലുള്ള സെൻറ്റ് മാർഗരറ്റ് ഹോസ്പിറ്റലിൽ ഹെൽത്ത് സെക്രട്ടറിയുടെ വിസിറ്റ് ഉണ്ടായിരുന്നു. ഈ ഒരു സ്റ്റേറ്റ് ഓഫ് റിവ്യൂവിൻ്റെ ഭാഗമായിട്ടാണ്. ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ലോർഡ് ജെർസി നമ്മുടെ പഴയ ലേബർ മിനിസ്റ്റർ, ഹെൽത്ത് മിനിസ്റ്ററെ ആണ് ഈ ഒരു സ്റ്റേറ്റ് ഓഫ് റിവ്യൂ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ നേതൃത്വം കൊടുക്കുന്നത്. അപ്പം ഈ ഒരു സ്റ്റേറ്റ് ഓഫ് റിവ്യൂ മൊത്തത്തിൽ NHSനെ കുറിച്ച് പഠിച്ച് NHSൻ്റെ ഇപ്പോഴത്തെ പാളിച്ചകൾ അല്ലെങ്കിൽ വെയിറ്റ് ലിസ്റ്റ് എങ്ങനെ കുറയ്ക്കാം എന്നതിനെ കുറിച്ചൊക്കെയുള്ള മൊത്തത്തിലുള്ള ഒരു പഠനം നടത്തി അവർ 10 വർഷത്തെ ഒരു 10 ഇയർ ഒരു ടേൺ അറൗണ്ട് പ്ലാന് ആയി മുന്നോട്ട് പോകാനാണ് ഇപ്പോഴത്തെ ഒരു ലേബർ ഗവൺമെൻറ് അവരുദ്ദേശിക്കുന്നത്. അതിനെക്കുറിച്ച് ഞാൻ വ്യക്തമായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചെയ്തിരുന്നു. അപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയ നമ്മുടെ അപ്ഡേറ്റ് അനുസരിച്ച് നമ്മുടെ ലേബർ ഗവൺമെൻറ് ഫസ്റ്റ് ഫിനാൻഷ്യൽ ബഡ്ജറ്റ് ഒക്ടോബർ 30 അനൗൺസ് ചെയ്തിരിക്കുകയാണ്. I am announcing today that I will hold a budget on October the 30th alongside a full economic and fiscal forecast from the Office for Budget Responsibility. നമ്മുടെ റേച്ചൽ റീവ്സ് ചാൻസലർ ഇന്നലെ അവർ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ഒക്ടോബർ 30 ലേബർ ഗവൺമെൻറ് ഫസ്റ്റ് ഫിനാൻഷ്യൽ ബഡ്ജറ്റ് അവതരിപ്പിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഡേറ്റ് വന്നതിൻ്റെ പിന്നാലെ ഇതിനെ ചുറ്റിപ്പറ്റി പല ചർച്ചകൾ NHSൻ്റെ എക്സിക്യൂട്ടീവ്സ് അതുപോലെ യൂണിയൻസ് അവരെല്ലാവരും പല ചർച്ചകളുമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന് വ്യക്തമായ കാരണങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ചാൻസലർ റേച്ചൽ റീവ്സ് BBC കൊടുത്തൊരു അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത് NHSൻ്റെ ഫണ്ടിങ്ങിലുള്ളൊരു വാർണിംഗ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിന് കാരണം നമ്മുടെ കഴിഞ്ഞ ഗവൺമെൻറ്, ടോറീസ് ഗവൺമെൻറ് പിച്ചിട്ട് പോയ ഒരു 22 ബില്യൺ പൗണ്ട്സിൻ്റെ ബാക്ക്വാൾ അല്ലെങ്കിൽ ഒരു ഷോർട്ട് ഫാൾ, ഒരു ഫിനാൻഷ്യൽ ബാക്ക്വാളാണ് കഴിഞ്ഞ ഗവൺമെൻറ് അവശേഷിപ്പിച്ചിട്ട് പോയത്. പുതിയ ലേബർ ഗവൺമെൻറ് ഇതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യേണ്ടി വരും എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ നടപടികളുമായിട്ടാണ് ഇപ്പോൾ റേച്ചൽ ഗവൺമെൻറ് മുന്നോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഈ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ പദ്ധതികളായിട്ടുള്ള നമ്മുടെ ഹോസ്പിറ്റൽ ബിൽഡിംഗ് പ്ലാൻ, 40 ഹോസ്പിറ്റലുകൾ പണിയുമെന്നൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. നമ്മുടെ കൺസർവേറ്റീവ് പാർട്ടി ആ ഒരു പ്ലാനും അതുപോലെ നമ്മുടെ ക്യാപ്പ് ഓഫ് പീപ്പിൾ സോഷ്യൽ കെയർ കോസ്റ്റ്, ഈ 2 പദ്ധതികൾ അവർ തൽക്കാലത്തേക്ക് പോസ് ചെയ്ത് റിവ്യൂ ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രസ്താവന, ഈ ഒരു കമൻറ്റിൻ്റെ മറുപടിയായിട്ട് നമ്മുടെ CEO NHSൻ്റെ CEO അമാൻഡ പീച്ചാർഡ് പറഞ്ഞിരിക്കുന്നത്, ഈ ഒരു ചാൻസലറിൻ്റെ ഈ ഒരു കമൻറ്റ് സൂചിപ്പിക്കുന്നത് തന്നെ ഈ വർഷത്തേക്ക് NHSന് പ്രോപ്പറായിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ഹെഡ്റൂം ഇല്ല എന്ന് തന്നെയാണ് എന്ന് ഈ കമൻറ്റുകൾ സൂചിപ്പിക്കുന്നതിനാണ് NHSൻ്റെ CEO പറഞ്ഞിരിക്കുന്നത്. സോ NHS ഇംഗ്ലണ്ടിലുള്ള ഒരുവിധം എല്ലാ ട്രസ്റ്റുകളും അണ്ടർ ഫണ്ടഡ് ആണെന്നും കുറേ നാളുകളായിട്ട് ഇവിടെയുള്ള NHS ഇംഗ്ലണ്ട് തന്നെയല്ല, UK, വെയിൽസ് ആയാലും എല്ലായിടത്തുമുള്ള NHSൻ്റെ ഹോസ്പിറ്റലുകൾ അല്ലെങ്കിൽ ട്രസ്റ്റുകൾ അണ്ടർ ഫണ്ടഡ് ആണെന്നും അർജൻറ്റായി ഈ ഒരു ഫണ്ടിങ് ഇഷ്യൂവിൽ അല്ലെങ്കിൽ അർജൻറ്റായിട്ട് ഫണ്ടിങ് ഉള്ള നടപടികൾ കൊള്ളണമെന്നാണ് നമ്മുടെ NHS ഇംഗ്ലണ്ടിൻ്റെ CEO പറഞ്ഞിരിക്കുന്നത്, നിർദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷേ ഈ ഒരു വരുന്ന ബഡ്ജറ്റിൽ, ഒക്ടോബർ 30 വരുന്ന ബഡ്ജറ്റിൽ ലേബർ ഗവൺമെൻറ് ഇതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ ഈ ഒരു 22 ബില്യൺ പൗണ്ട് കൺസർവേറ്റീവ് പാർട്ടിയുടെ ഒരു ഫിനാൻഷ്യൽ ബാലൻസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അവർ അവശേഷിപ്പിച്ചിട്ട് പോയ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ്, അത് എങ്ങനെ നമ്മുടെ ഈ ഒരു പുതിയ ഗവൺമെൻറ്, ലേബർ ഗവൺമെൻറ് ടാക്കിൾ ചെയ്യും, NHSന് വേണ്ടി പ്രോപ്പറായിട്ടുള്ളൊരു ഫണ്ടിങ് ലഭിക്കുമോ
എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. അതിനെയൊക്കെ ആശ്രയിച്ചിരിക്കും നമ്മുടെ റിക്രൂട്ട്മെൻറ്റുകൾ പുനഃസ്ഥാപിക്കുന്നതും അല്ലെ റിക്രൂട്ട്മെൻറ്റുകൾ മുന്നോട്ട് പോകുന്നതുമൊക്കെ. അതുപോലെ തന്നെ ആ ഒരു സമയത്തിന് മുമ്പ് തന്നെ ഈ ഒരു NHSന്റെ സ്റ്റേറ്റ് ഓഫ് റിവ്യൂ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഫിനിഷ് ചെയ്യാനുമാണ് നമ്മുടെ ലേബർ ഗവൺമെൻറ് നോക്കുന്നത്. റിവ്യൂ ഫിനിഷ് ചെയ്തതിന് ശേഷം അവരൊരു 10 വർഷത്തെ ഒരു ടേൺ അറൗണ്ട് പ്ലാൻ ഉണ്ടാക്കുവാനും ബാക്കിയുള്ള ഫണ്ടിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാനാണ് ലേബർ ഗവൺമെൻറ് പ്ലാൻ ചെയ്യുന്നതെന്നാണ് നമുക്ക് ഇതിൽ കൂടെ ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സോ എല്ലാവരും വെയിറ്റ് ചെയ്യുക. പുതിയ അപ്ഡേറ്റുകളൊക്കെ വരുന്നതനുസരിച്ച് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാം. നമ്മുടെ റിക്രൂട്ട്മെൻറ്റിനെ പറ്റിയുള്ള എല്ലാ അപ്ഡേറ്റുകളും ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ നമ്മുടെ ചാനൽ കാണുന്ന ഓരോരുത്തരും ഈ ഒരു വീഡിയോ ബാക്കിയുള്ളവരൊക്കെ ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ കാണുന്നവർ അടുത്ത ഒരു വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ.